ഓക്കെ, അതുപോലെ വാട്ട് ഇഫ് നമുക്ക് H1 ടാഗിന് ഒരു കളർ ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഐ ഡു ദാറ്റ്. സോ ആ H1 ടാഗിൽ വരുന്ന എൻറ്റയർ ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു കളർ ക്ലിയർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സോ ഓൾസോ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലൈക്ക് ഈ RGB വാല്യൂസ് പറഞ്ഞു കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കളർ ചേഞ്ച് എടുക്കാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആ ഒരു RGB വാല്യൂസ് ഇവിടെ വരും, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ വാല്യൂ, അതനുസരിച്ചുള്ള കളർ അവിടെ സെലക്ട് ആയിക്കോളും. ഈ രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ അല്ല, ഏതെങ്കിലും കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. Okay. So that is one thing. Then ഓക്കെ, സിംഗിൾ വേർഡ്സിനായിട്ട് കളർ കൊടുക്കുന്നത് ഞാനത് നോക്കാം. സോ ബേസിക്കലി അത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ലൈക്ക് ബോൾ ഫേസിങ്, ഇറ്റാലിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. സോ ബോൾ ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി B എന്ന് പറയുന്ന ടാഗാണ്. ഇവിടെ എന്താ സംഭവിച്ചിട്ട് ഞാൻ B എന്ന് പറയുന്ന ടാഗ് കൊടുത്തു, എന്നിട്ട് അത് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള എല്ലാ ടെക്സ്റ്റിന് ബോൾ ഫേസിങ് അപ്ലൈ ആയി. ഇവിടെ ദിസിന് ശേഷം എല്ലായിടത്തും അപ്ലൈ ആയിട്ടുണ്ട്. ബട്ട് എനിക്ക് ഈ സെഷൻ എന്ന് പറയുന്ന പാർട്ടിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു പാർട്ടിൽ മാത്രം സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, സോ ബോൾ ഫേസിങ് ഇസ് വൺ തിങ്. ഇനി നേരെ മറിച്ച് അത് ഇറ്റാലിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് I എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ ഫോർമാറ്റിംഗ്, ബേസിക് ഫോർമാറ്റിംഗ് ടെക്നിക്സ് ഒരുപാടുണ്ട്. സോ ബോത്ത് ബോൾഡ് ഫേസ് ആൻഡ് ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിലോ എന്ത് കൊടുക്കാൻ പറ്റും? സോ ഈ രീതിയിൽ ബോത്ത് രണ്ട് ടാഗ് കൊടുത്തിട്ടുണ്ട്. ആദ്യം സെഷന് ചുറ്റും ഞാൻ ഇറ്റാലിക്സ് കൊടുത്തു, ദെൻ അതിന് വീണ്ടും അതിന്റെ ഔട്ട് സൈഡിൽ ഞാൻ ബോൾഡിനുള്ള ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും ഒരേ സമയം അപ്ലൈ ആയിട്ടുണ്ട്. ദെൻ നമുക്കിതിൽ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും കമന്റ്സ് ലൈക്ക് നമ്മൾ പൈത്തണിലൊക്കെ കമന്റ്സ് എഴുതുന്ന പോലെ സം ഇൻഫോർമേഷൻ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ ഓൺലി എന്ന് പറഞ്ഞൊരു സം ടെക്സ്റ്റൽ ഇൻഫർമേഷൻ എനിക്കിവിടെ കൊടുക്കണം. പക്ഷെ അത് ഒരു HTML പാർട്ടായിട്ട് വരാനും പാടില്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ലൈക്ക് നമ്മൾ നേരത്തെ പൈത്തണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ Ctrl/++ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ ലൈൻ കമന്റ് ആയിക്കോളും. ഇവിടെ ആക്ച്വലി ബട്ട് അത് കമന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലൈക്ക് ലെസ് ദാൻ എക്സ്ക്ലമേഷൻ രണ്ട്
ഹൈഫൻ സിമ്പിൾ, അതുപോലെ തന്നെ 2 ഹൈഫൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് ആ ഒരു കമന്റിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ബട്ട് ഈസിലി ചെയ്യാനായിട്ട് ജസ്റ്റ് സിമ്പിളി പ്രസ് സെലക്ട് ദ ലൈൻ ആൻഡ് കൺട്രോൾ സ്ലാഷ്. ഇപ്പൊ മൾട്ടിപ്പിൾ ലൈൻസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ H1 ആൻഡ് H3 കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്യും. 2 ലൈൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സ്ലാഷ് പ്രസ് ചെയ്യും. ഓക്കെ, സോ അത് കമന്റ് ഔട്ട് ആയി. ദാറ്റ് മീൻസ് ആ ഒരു പാർട്ട് ഈ ഒരു HTML നിന്ന് റിമൂവ് ആയി, അല്ലെങ്കിൽ അത് അപ്പിയർ ആവില്ല. തിരിച്ച് അൺകമിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സ്ലാഷ് പ്രസ് ചെയ്യും. ഓക്കെ, സോ that is about hiding or like adding comments. So in between also നമുക്കത് കമന്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ഡിസ്കസ് എന്ന് പറയുന്ന പാർട്ട് ഞാൻ ഓക്കെ, ആ സെഷൻ അലൈൻ മൊത്തത്തിലാണത് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻ മൊത്തത്തിലായിരിക്കും അത് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടാഗ് ലൈക്ക് ആ ഒരു ലെസ് ദാൻ സിമ്പിൾ ഹൈഫൻ എക്സ്ക്ലമേഷൻ അത് ഇതിന്റെ ഇടയിൽ കൊടുക്കും. സോ ഇൻ ബിറ്റ്വീൻ പാർട്ട് ഓൾസോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെക്സ്റ്റ് ഇൻഫർമേഷൻ, ഓക്കെ, ഇവിടെ ഒരു ടെക്സ്റ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ലൈൻ ബ്രേക്ക് കൂടെ ആഡ് ചെയ്തിട്ട് sample. So if it is between like ഒരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ സോ ഇതിനും നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് മാത്രമായിട്ട് നമുക്കൊരു കളർ കൊടുക്കാൻ പറ്റും. സോ അഗെയിൻ സ്റ്റൈൽ യൂസ് ചെയ്യുക, ദെൻ കളർ എന്ന് പറയുന്നൊരു ടാബ് ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ റിക്വേർഡ് കളർ എന്താണോ അത് കൊടുക്കും. ഓക്കെ, സോ ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അഗെയിൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് വി ക്യാൻ യൂസ് വേറെ ഡിഫറെന്റ് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഇൻഫർമേഷന്റെ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ഇത് നിങ്ങൾ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആക്ച്വൽ വെബ് പേജ് എടുത്താലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു ഗൂഗിൾ ക്രോമിൽ ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുവാണ്, അപ്പോൾ അതിന്റെ അകത്തെ അണ്ടർലൈൻ HTML എന്താണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, വിച്ച് ഇസ് ആക്ച്വലി പോസിബിൾ, നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ സോഴ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. നിങ്ങളത് എക്സ്പ്ലോർ ചെയ്ത് നോക്കി ഇതിന്റെ ആക്ച്വൽ HTML കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്ത പോലെ തന്നെ അതിന്റെ ടാഗ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് ഒരു രീതിയിൽ അതിന്റെ ഫുൾ ആയിരിക്കും വരുന്നത്. അപ്പം വലിയ വെബ് പേജ് ആണ് അല്ലെങ്കിൽ ഒരുപാട് എലമെന്റ്സ് ഉള്ള വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ വെരി കോംപ്ലക്സ്, ഒരുപാട് എന്താണ് HTML കോഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതല്ല, നിങ്ങൾക്ക് ഒരു പാർട്ടിലുള്ള മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആക്ച്വലി റൈറ്റ് ക്ലിക്ക് ആൻഡ് ഇൻസ്പെക്ട്. ഓക്കെ, സോ ആ ഒരു പാർട്ടിന് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആക്ച്വലി ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ടൂളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും. ഇവിടെ ഇപ്പോൾ സ്പെസിഫിക്കലി നമുക്ക് ആ ഒരു റീജിയനിൽ നമ്മുടെ മൗസ് കവർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്നത് അത് എക്സ്പാൻഡ് ചെയ്ത് കാണാനൊക്കെ നമുക്ക് പറ്റും. ഇപ്പൊ ഞാൻ ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഈ ഒരു ടാഗിന്റെ അകത്തോട്ട് പോവുകയാണ്. സോ ഞാനിവിടെ
ഓരോ പാർട്ടിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പം സോ അവിടെയുള്ള കോഡ് എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരഗ്രാഫ് ടാഗിന് മൊത്തത്തിലുള്ള സ്റ്റൈലിംഗ് എന്താണെന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ വേറൊരു വിൻഡോയിലും കാണിക്കും. സോ ഒരു ഇൻസ്പെക്ട് ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യം ഇതിൽ കുറെ മാർജിൻ, ബോർഡർ, പാഡിങ്, ഇങ്ങനെ കുറച്ച് ഓരോ എലമെന്റിനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതാണ് ആ എലമെന്റിന്റെ പോർഷൻ. നമ്മുടെ പി എന്ന് പറയുന്ന ടാഗ് ഇത്രയും ഈ ഒരു റീജിയനിലാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ആ റീജിയനാണ്. അതിന്റെ പാഡിങ്, അതിന്റെ ബോർഡർ, അതിന്റെ മാർജിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആക്ച്വലി നമ്മൾ മാർജിൻ മാത്രമേ 16 പിക്സൽ എന്ന് പറഞ്ഞ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂസ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കസ്റ്റമൈസബിൾ. അപ്പൊ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ്, ഇപ്പൊ ഇമേജസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ്, ബോർഡർ, മാർജിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ CSS അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇൻസ്പെക്ട് ആൻഡ് വ്യൂ സോഴ്സ് ജസ്റ്റ് നിങ്ങൾ പുതിയ വെബ് പേജസ് കാണുമ്പോൾ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അതിന്റെ ഇന്റേണൽ വർക്കിംഗ് വരുന്നത് എന്നുള്ളത്.